ഒത്തിരി ഒന്ന് തലമുകഞ്ഞൊന്നും ആലോചിക്കേണ്ട, പെട്ടെന്ന് ഉത്തരം അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരമായതുകൊണ്ട് വിളിച്ചു പറയരുത്, കൈ പൊക്കി കാണിച്ചാൽ മതി. ഞാൻ വേദിയിലേക്ക് വിളിച്ച് സമ്മാനം തരാം. ഓക്കെ, ചോദ്യം ഇതാണ്. ഒരു സ്ത്രീയുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ചില മുൻ മന്ത്രിമാരും MLA-മാരും ഒക്കെ ഒരു നിമിഷം ഒന്ന് ഞെട്ടുന്നു. ഓക്കെ, കൈ കടിച്ച് ഒന്ന്, ഒരു കൈ പൊങ്ങി, രണ്ട് കൈ പൊങ്ങിയിട്ടുണ്ട്, മൂന്ന് ചേച്ചിമാരൊക്കെ കൈ പൊങ്ങുന്നുണ്ട്. ഓക്കെ, ആരെ വിളിക്കും കൺഫ്യൂഷനാണ്. ഓക്കെ, നോക്കട്ടെ. അല്ല, അമ്മച്ചി ഒരു കാര്യം ചെയ്യും, അമ്മച്ചി ഒന്ന് ആരെങ്കിലും ഒന്ന് വിളിച്ചോണ്ട് വരുമോ? ഞാൻ വിളിച്ചോണ്ട് വരാം. നമ്മുടെ തിരുമാറാടി കമ്മച്ചിയിലുള്ള രാജ്യം സമ്മാനമല്ല, എന്നായാലും സമ്മാനം നമുക്ക് ഇവിടെ ഉള്ളവർ തന്നെ മേടിച്ചോണ്ട് വേണം പോകാൻ. ഇവിടെ അങ്ങോട്ട് അലഞ്ഞ് നടക്കുന്നത് എന്നെ പറ്റിയിരിക്കുന്നേ. ഞാൻ വരാം. പണ്ടൊക്കെ ഞാൻ ഒത്തിരി മധുരയാടുമായിരുന്നു, ഇപ്പൊ പയ്യ. അപ്പോ അയ്യോ, ഇതാരായിരിക്കുന്നേ? എന്റെ ദൈവം, എണീറ്റ് വാ, കാണട്ടെ, നാട്ടുകാരൊക്കെ കാണട്ടെ. അങ്ങോട്ട് തിരി, എന്നെ ചാരി നിൽക്കാത്ത മനുഷ്യ. ഇതാരാന്ന് മനസ്സിലായോ? ഇതെന്റെ മുൻ ഭർത്താവ്. 3 മാസക്കാലം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. അത് കഴിഞ്ഞ് ഒറ്റ പോക്കങ്ങ് പോയി അല്ലേ? ഇത് എവിടെ പോയതായിരുന്നു? കുഞ്ഞുങ്ങളൊക്കെ എത്ര പേരാ? കുട്ടികൾ കുട്ടികളൊക്കെ എത്ര പേരാ? 5 പേര്. 5 പേര്. എന്റെ കൂടെ ഒരു പേരിനെ 8 എണ്ണത്തിനെ തന്നാനെ. എന്നാലും കാണാൻ സാധിച്ചതിൽ സന്തോഷം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ അതിജീവിച്ച് അങ്ങ് പോവുക എന്നുള്ളതാണ് അല്ലേ? ഇത് ഭാര്യയും ഭർത്താവുമാണോ? ഭർത്താവും ഭാര്യയല്ലേ? ഫുൾ ടൈം നിങ്ങൾ ഒരുമിച്ചല്ലേ? എടാ, ഇടയ്ക്കെങ്കിലും അവിടെ ഒറ്റയ്ക്ക് നിർത്താൻ. എന്നാലും ഇങ്ങനെ വേണം പോലെ ജീവിതത്തിൽ എപ്പോഴും മക്കളുടെ വഴിക്ക് പോകും. അവസാനം ഈ ഭാര്യയും ഭർത്താവും ഉണ്ടാവുള്ളൂ അല്ലേ? വീട്ടില് കെട്ടിയവന് ഭർത്താവിന് ഒരു സ്ഥാനം കൊടുക്കണം, ഒരു വില കൊടുക്കണം. ഒരു വീടിന്റെ തല എന്ന് പറയുന്നത് ഭർത്താവാണ്, കഴുത്ത് എന്ന് പറയുന്നത് ഭാര്യ. പക്ഷെ ഈ കഴുത്ത് തീരുമാനിക്കും തല എങ്ങോട്ട് തിരിയണമെന്ന് അല്ലേ? അതൊക്കെ ജീവിതത്തിന്റെ ചോദ്യം ചോദിച്ചു. സമ്മാനം. ഓക്കെ, സമ്മാനത്തിലുള്ള ചോദ്യം ഒരിക്കൽ കൂടി അമ്മച്ചിനെ ഒന്ന് കാണിച്ചാൽ വിളിച്ച് പോരും കേട്ടോ. ഒരു സ്ത്രീയുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ചില മുൻ മന്ത്രിമാരും MLA-മാരും ഒക്കെ ഒരു നിമിഷം ഒന്ന് ഞെട്ടുന്നു. ഓക്കെ, കയറിപ്പോരെ, വെക്കത് കയറിപ്പോരെ. നമുക്ക് ചുമല ചുരിദാറിന്റെ ചേച്ചി ഓടിപ്പോരെ വാ. കണ്ണാടിക്ക് ചുമല ചുരിദാറിന്റെ കൈ രണ്ടുപേരും പോരെ. സമ്മാനം മേടിച്ചിട്ട് പോയാൽ മതി. നമ്മുടെ നാട്ടിലുള്ള സമ്മാനം പയ്യെ ഇങ്ങോട്ട് പാടാൻ ചേർക്കാം. അവൻ അവിടെ കിടന്ന് അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ എത്തിക്കേണ്ട കാര്യം. സമയമില്ല, നീ അവിടെ ഇടാ. അങ്ങോട്ട് വാ. ഇവനെ കുത്താൻ വരുന്ന പോലെയാണല്ലോ വരുന്നത്. അല്ല, വേറെ ആണെങ്കിലും ഭാഗത്ത് വേറെ ആരുമില്ല. ശരിയുത്തരമുള്ളവർക്കായിരിക്കും സമ്മാനം. ഓക്കെ, ഒരു സമ്മാനമേ ഉള്ളൂ, അതാണ് പറഞ്ഞത്. ചേട്ടാ, ഇങ്ങോട്ട് പോലെ ഇനി വാടി ഒന്ന്. ചേട്ടാ, അവിടെ ഇവിടെ ആവശ്യത്തിന് ആളെ പറ്റി കുഴപ്പമില്ല. അവർ വന്നോട്ടെ. വെക്കുന്ന ഒരാളെ വെക്കുന്നു. അമ്മച്ചി, നിങ്ങൾ രഹസ്യമൊക്കെ പിന്നെ പറയാം. ഞാൻ സമ്മാനം കൊടുത്തതിന് ശേഷം കോമഡി സ്കിറ്റിലേക്ക് പോകണം. അതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്കുള്ള കാലും കല്ലും വെച്ച് അതിന്റെ ഇടയ്ക്ക് അവന്റെ എന്റെ നഖത്തെ പിടിച്ച് നീക്കുന്നു. ഞാൻ എന്നൊക്കെ ഇതിലെ എന്നാലും നോക്കിയാലാ ഒന്ന് ആലോചിച്ചു. എല്ലാവർക്കും പ്രായമായി. മുണ്ടായിപ്പിടുത്തമാണല്ലോ വന്നപ്പോ തൊട്ട്. നിക്കിട്ടിട്ടില്ലേ? അതൊന്നും കുഴപ്പമില്ലെന്നേ. ആണുങ്ങളായ അങ്ങനെ അതൊന്നും പ്രശ്നമൊന്നും കേസല്ല. എന്നായാലും ആദ്യം തന്നെ പരിചയപ്പെടാം. മോന്റെ പേരെന്നാടാ? മുരുകൻ. നല്ല കുര്യനോ? കുര്യൻ. അത് പറ, നിന്റെ വായിക്കാൻ തന്നെ മുറുക്കാനാണ്. തന്നെ കുര്യനാണ് ഇവിടെ വന്നേക്കുന്നത്. ആണുങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന ശക്തനായ ഒരു ധീര നേതാവിനെ പോലെ വന്നിരിക്കുന്നു. നല്ല കൈയടി കുര്യന് കൊടുക്കണം. പായൊക്കെ ചോന്നൊരു ചുട്ടിപ്പൊട്ടിക്കൊണ്ട് വന്നേക്കാണ്. പേരെന്നാ മോളെ? സരോജിനി നായിഡു. പേരെന്നാ മോളെ? മല്ലികാർജുനൻ. ഇങ്ങോട്ട്. പേരെന്നാ മോനെ? ലക്ഷ്മി. നല്ല പേരല്ലേ ലക്ഷ്മി? ഉറക്കെ പറ. ഇങ്ങോട്ട് വായന പറഞ്ഞ മാറി അടുക്കള പോയി നിൽക്കുക. പേരെന്നാ? ലക്ഷ്മിക്കുട്ടി. അയ്യോ, ഒരു പീസ് വന്ന് തെറിച്ചു. എന്നാലും കുഴപ്പമില്ല, സന്തോഷം. എന്റെ ലക്ഷ്മിക്കുട്ടി വരാൻ കാണിച്ച മനസ്സ്, അതാണ് ഏറ്റവും വലുത്. കുര്യാൻ കൂടി കയറിക്കടാ. അപ്പൊ ഒരു കാര്യം, അമ്മച്ചി കുറെ ആൾക്കാരെ സമ്മാനത്തിന് അർഹരായവരാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ശരിയുത്തരമാണെങ്കിൽ സമ്മാനം കൊടുക്കാം. ഞാൻ ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടി മാത്രം ചോദിക്കുകയാണ്. ഒരു സ്ത്രീയുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ചില മുൻ മന്ത്രിമാരും MLA-മാരും ഒക്കെ ഒരു നിമിഷം ഒന്ന് ഞെട്ടുന്നു. സരിത നായർ. കുര്യൻ പറഞ്ഞു. സ്വപ്ന നടനോ?
സരിത നായർ. സരിത നായർ പറയടി. സരിത നായർ. മോള് പറഞ്ഞേ. സരിത നായർ. സരിത നായർ. ഇതൊക്കെയാണ് കൂടുതൽ പ്രേക്ഷകരും ആസ്വാദകരും ഒക്കെയുള്ള ഫാനൊക്കെ ഉള്ളത്. ഇടയ്ക്ക് ഒന്ന് രണ്ടുപേര് സ്വപ്ന എന്നും പറഞ്ഞിട്ടുണ്ട്. സരിതയാണ് ശരി ഉത്തരമെങ്കിലും നല്ല കൈഡിതാ. നല്ല കൈയടി കൊടുക്കണം, സമ്മാനം മേടിക്കണം. ഓക്കെ, സ്വപ്നയാണെങ്കിലോ? സ്വപ്നയാണെങ്കിലും കൊടുക്കണം. സ്വപ്നയ്ക്ക് കുഴപ്പമില്ലാത്ത കൈഡിയുണ്ട്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. പ്രശ്നം എന്താ? എല്ലാവരും പറഞ്ഞ ഉത്തരം തെറ്റാണ്. അയ്യോ, എല്ലാരും പറഞ്ഞു കേട്ടോ. എല്ലാവരും പറഞ്ഞ ഉത്തരം തെറ്റാണ്. എന്നാ ശരിയായ ഉത്തരം എന്താ? അങ്ങനെ ഈ കൈവക്കിട്ട് കാര്യമില്ല. ഇത് കൈവക്കിട്ട് കാര്യമില്ല. ശരിയായ ഉത്തരം എന്നാ പോലെ? ശരിയായ ഉത്തരം രാജി എന്നായിരുന്നു. രാജി എന്ന പേര് കേൾക്കുമ്പോഴാണ് മന്ത്രിമാരും MLA-മാരും ഒക്കെ ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോകും. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഞാൻ ഈ കുര്യനെയൊക്കെ വളരെ കഷ്ടപ്പെട്ട് മോനെ, ഞാൻ കുര്യനെ കൂട്ടിക്കൊണ്ട് വന്ന പാവം പിടിച്ചവന്. ആ എടാ അതെന്നെ അത് ഇവർക്ക് സമ്മാനം കൊടുത്തുവിടായിരിക്കാം. അപ്പൊ ഇനി ആരും കേട്ടുന്നില്ല എന്ന് പറഞ്ഞത് ഇവരാണ് നമ്മളെ രക്ഷിച്ച് വന്ന സ്ഥിതിക്ക് അത് മര്യാദയല്ല. ഞാനൊരു കാര്യം ചെയ്യാം. അമ്മച്ചി ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ചോദ്യമൊന്നും വേണ്ടടാ, വേറെ എന്തെങ്കിലും രീതിയിൽ സമ്മാനം കൊടുക്കണം. ഞാൻ പറയാം. ഞാൻ പറയുന്ന വാക്ക് തെറ്റാതെ 3 പ്രാവശ്യം ആര് പറയുന്ന അവർക്ക് സമ്മാനം കൊടുത്തേക്കാം. ഓക്കെ, ഞാൻ പറയുന്ന വാക്ക് തെറ്റില്ല കുര്യൻ ചേട്ടാ. 3 പ്രാവശ്യം പറയണം. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. തെറ്റല്ലേ? എനിക്ക് നീ സമാധാനത്തിൽ പറ. ഞാൻ പറയുന്ന കാര്യം തെറ്റാതെ 3 പ്രാവശ്യം പറയണം. ഞാൻ പറയുന്ന വാക്ക് കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കളരിന്റെ കുളിരാണ് കരടി. അങ്ങനെ 3 പ്രാവശ്യം പറ. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കരടി. നീ ആദ്യം പറഞ്ഞ നല്ല വൃത്തിയായിട്ട് പറഞ്ഞ തെറ്റിച്ച് ചന്തി അടിച്ചാൽ പൊട്ടിക്കും. സമാധാനത്തിൽ പറയണ ശാന്തമാണ്. കുളിരാണ് കുളിരാണ് പിന്നെയും പിന്നെ നീ ഇന്ന് ശാന്തമാണ്. നിനക്ക് നിന്റെ മനസ്സിനെ ശാന്തമാണ്. നീ ഇത് പറയണം. നീ പറഞ്ഞ കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. പറയടാ. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. പാവം കുര്യൻ കേട്ടോ. കുര്യൻ അടിച്ചതെല്ലാം കയ്യിൽ നിന്ന് പോയി. ഓക്കെ, ലക്ഷ്മിക്കുട്ടി ഇങ്ങോട്ട് വന്നേ. നല്ല ഐശ്വര്യമായിട്ട് സുന്ദരിയാണല്ലോ വന്നിരിക്കുന്നത്. രണ്ടുപേരും കൂടെ ചേർത്ത് കഴിക്കാൻ പോലെ ഉണ്ടല്ലോ. പിന്നല്ലാതെ ഞങ്ങളൊക്കെ ഒരേ ഏജന്റ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. അമ്മ നല്ല ഭക്തിയാണ്. അമ്മ നല്ല കുറിയൊക്കെ വെച്ച് വരച്ചാണ് വന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ തെറ്റാതെ പറയണം. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇത് തെറ്റാതെ ഒരു 3 പ്രാവശ്യം പറയാലോ. അമ്മയ്ക്ക് എളുപ്പമാണ്. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഈ പ്രായത്തിലും നല്ല മെമ്മറി കേട്ടോ മോളെ. നീ മിടുക്കി അടി. നീ അങ്ങോട്ട് പോയത് കുര്യ 2ാമത്തെ ബെഞ്ചല്ലേ, ഇവിടെ 1ാമത്തെ ബെഞ്ചല്ലേ. അടി. അപ്പൊ ഒരു കാര്യം, ആള് വന്നിട്ട് ആള് നല്ല സ്ട്രോങ് ആണ്. ആള് നല്ല കറക്റ്റ് ആയിട്ട് ഉത്തരം പറയാൻ എന്തിനും തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അവിടെ തെറ്റാതെ പറയണം. നമ്മുടെ നാട്ടിൽ ഒരുപാട് ബംഗാളികളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിലെ ബംഗ്ലാവിൽ ബംഗാളികളുടെ ബ്ലാങ്കറ്റ്. ബാംഗ്ലൂരിലെ ബംഗ്ലാവിൽ ബംഗാളികളുടെ ബ്ലാങ്കറ്റ്. ബാംഗ്ലൂരിലെ ബംഗ്ലാവിൽ ബംഗാളികളുടെ ബ്ലാങ്കറ്റ്. ബാംഗ്ലൂരിലെ ബംഗാളി. നീ ആദ്യം ഒന്ന് കോൺഫിഡന്റ് ആയിട്ട് നിന്നേ. ബാംഗ്ലൂരിലെ ബംഗ്ലാവിൽ ബംഗാളികളുടെ ബ്ലാങ്കറ്റ്. ബാംഗ്ലൂരിലെ ബംഗ്ലാവിൽ ബംഗാളികളുടെ ബ്ലാങ്കറ്റ്. ബാംഗ്ലൂരിലെ ബാംഗ്ലൂരിലെ ബംഗ്ലാവിൽ ബംഗാളികളുടെ ബ്ലാങ്കറ്റ്. ബാംഗ്ലൂരിലെ ബംഗ്ലാവിൽ ബംഗാളികളുടെ ഇതിനെയൊക്കെ വലിച്ചോണ്ട് പോകണമെങ്കിൽ എങ്ങനെയാണ് സമ്മാനം മേടിച്ചു തരാൻ നോക്കുക. മലബാർ ഗോൾഡിന്റെ റെഡിയാണല്ലോ. ഓക്കെ, ഇപ്പൊ പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടായിരുന്നല്ലോ. അരുത് കുതിരെ മുദ്ര തിന്നരുത് കുതിരെ. അരുത് കുതിരെ മുദ്ര തിന്നരുത് കുതിരെ. ഇത് സിമ്പിൾ ആയിട്ട് പറയാനാണ്. അരുത് കുതിരെ മുദ്ര തിന്നരുത് കുതിരെ. പറയണോ? അരുത് കുതിരെ മുദ്ര തിന്നരുത് കുതിര. അരുത് കുതിരെ മുതിര തിന്നരുത് കുതിരെ. അരുത് കുതിരെ മുതിര തിന്നരുത് കുതിരെ. അരുത് കുതിരെ മുതിര തിന്നരുത് കുതിര. നീ എവിടെ പോവാടി ഒളിച്ചു കളിക്കുന്നേ? നിനക്ക് ഈസി ആയിട്ട് പറയാൻ സുന്ദരി അമ്മ നോക്കി നല്ല മഞ്ഞൾ പ്രസാദമൊക്കെ നെറ്റിൽ ചാർത്തി അല്ലെ, മനോഹരമായിട്ട് നല്ല കണ്ണാടിയൊക്കെ വെച്ച് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. അമ്മച്ചിക്ക് എളുപ്പമുള്ള കേട്ടോ. അമ്മച്ചിയുടെ സാരി. ഓക്കെ, അമ്മച്ചിയുടെ സാരിയുടെ നിറവേ പറയുന്നുള്ളൂ. 10 തത്ത ചത്തു ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു തത്ത ചത്ത പച്ച. ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. 10 തത്ത ചത്തു ചത്ത തത്ത പച്ച. 10 ചത്ത തത്തു നിനക്ക് നീ മര്യാദക്ക് പറഞ്ഞല്ലേ ലക്ഷ്മി? അതിന്റെ
ഇടയ്ക്ക് കണ്ണാടി വെച്ചോണ്ട് തെറ്റിക്കാൻ 10 തത്ത ചത്തു ചത്ത തത്ത വച്ച. 10 തത്ത ചത്തു തത്ത ചത്ത ഒരു വിധത്തിൽ ഒന്നുമില്ല. അമ്മച്ചി കുരിച്ചേട്ടനോട് 10 തത്ത ചത്തു ചത്ത തത്ത വച്ച. 10 തത്ത ചത്തു ചത്ത തത്ത വച്ച. 10 ചത്ത ചത്തു ചത്ത ചത്ത പച്ച. ചന്തി അടിച്ചാൽ പൊട്ടിയും വയറ് വിരിപ്പിച്ചോണ്ട് വന്നേക്കോ. അങ്ങനെയാണോ പറഞ്ഞത്? അവർ തിരിച്ചു 10 തത്ത ചത്തു ചത്ത തത്ത വച്ച. 10 ചത്ത ചത്തു ചന്തു പച്ചയല്ല പൂച്ച. ഞാൻ പറയട്ടെ, പാവം പിടിച്ച കുര്യന് ആണുങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നു. സ്ത്രീകളുടെ ഇനി ഒരു ബുദ്ധിമുട്ടിപ്പിക്കണ്ട. അമ്മമാര് 3 പേരും നീ എന്നടി അയലോക്കത്ത് പോയി നിൽക്കുന്നു, ഇങ്ങോട്ട് വാടിക്കുന്നു. ഇവർക്ക് ആർക്ക് സമ്മാനം കൊടുക്കണം? എന്റെ പൊന്നു മോനെ, സമ്മാനം ഇവർക്ക് എല്ലാവർക്കും കൊടുക്കുന്ന അർഹത. എന്റെ മനസ്സിന് ഇവരൊക്കെ അമ്മച്ചിക്കാണ് അത്യാവശ്യം മക്കളൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇവർക്കാണേലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചെറുപ്പമാ. എനിക്ക് പാവം പിടിച്ച് ഇതിനെയോ സങ്കടം. ഉത്തരം പറഞ്ഞു. അവൻ അവിടെ നിന്നോളൂ, അവൻ ആണെങ്കിലാണ്. അവനാണ്. അപ്പൊ അതുകൊണ്ട് സമ്മാനം ഈ കൊച്ചിന് കൊടുത്താൽ മതി. നമ്മുടെ രാജൻ, മാറാടി രാജൻ നൽകുന്ന മലബാർ ഗോൾഡിന്റെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റാണ് സമ്മാനം അമ്മച്ചി. സന്തോഷം. താങ്ക് യു മോളെ. ഈ സമ്മാനം ഒന്നും ചെറുതല്ലടി. ഇവിടെ ഈ മണ്ണില് ഇത്രയും വിലയുള്ള ഒരു സാധനം മേടിക്കാൻ നീയല്ലേ വന്ന ഭാഗ്യവതി. അത് ബിസ്ക്കറ്റ് ആയി പോയെന്നേ ഉള്ളൂ. അതൊന്നും ഒരു കുഴപ്പമില്ല. ഒരു നല്ല കൈയടി വെച്ചേ കൊച്ചിന്. അതാ പറഞ്ഞേ. അല്ല അത് തന്നെ ചെല്ല മോളെ. വരാൻ കാണിച്ചു. സാരമില്ല മതി. പിന്നെയും മുണ്ട പിന്നെയും നോക്കും പിടുത്തവും എന്നാ പിടുത്തമാണ്. ഇതാ വീട് ഇവിടെ അടുത്താണോ? എന്നാ പിന്നെ പോയി ഇട്ടോണ്ട് വരായിരുന്നു. അല്ല വേണ്ട, അത് സാരമില്ലടാ. നീ ഇതിലെ പോയാൽ മതി. നീ ഇതിലെ പോകും. അത് വേണ്ട, അതിലെ പോകും. തീരുമാനം ഉണ്ടാകും. ഒരു കാര്യം ചോദിക്കണം അമ്മച്ചി. പൊന്നമ്മച്ചി ഇങ്ങോട്ടൊന്നും ഞാനൊരു കാര്യം ചോദിക്കണം. അമ്മച്ചി ഒരുപാട് വൈറലായ അമ്മച്ചിയാണ്. അമ്മച്ചി ആവശ്യമില്ലാത്ത സമയത്ത് കയറി വന്ന ഒരു കാര്യങ്ങളും കുളവാക്കി. ഒരു കാര്യം ചെയ്യണം, നമുക്ക് അമ്മച്ചി ഔദ്യോഗികമായിട്ട് പരിചയപ്പെട്ടേക്കാം. അമ്മച്ചിയുടെ പേരെന്താ? എന്റെ പേര് കുട്ടിയമ്മ. നല്ല മനോഹരമായ പേരാ കുട്ടിയമ്മ. അമ്മച്ചി എവിടെ ജനിച്ചത്? ഞാൻ കോട്ടയത്താണ് ജനിച്ചത്. കോട്ടയത്താണോ? കോട്ടയത്ത് ഏത് ഭാഗം? എന്റെ എല്ലാ ഭാഗവും കോട്ടയത്താണ് ജനിച്ചത്. ഏത് ഭാഗം, പഞ്ചായത്ത് ഏതാ, വില്ലേജ്, അങ്ങനെയൊക്കെ എന്നതൊക്കെ അറിയാം. അമ്മച്ചിക്ക് എത്ര മക്കളാ? എനിക്ക് 8 മക്കളാ. 8 മക്കളോ? നിന്റെ ഹോ കേട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം നീയാ പ്രസവിച്ചെന്ന് തോന്നുന്നു. അല്ല, അമ്മച്ചി പ്രസവിച്ചതിനാണ് 8 മക്കൾ. ഇല്ല, ഞാൻ 2 മുട്ടയിട്ട് വിരിയിക്കുവേ. അമ്മച്ചിനകത്ത് ഏതെങ്കിലും സിസേറിയൻ ആയിരുന്നു? അമ്മച്ചി സിസേറിയന്റെ ഒന്നുമില്ല. അല്ല, എന്റെ കെട്ടിയം വർദ്ധിച്ചേട്ടാ. അവനൊക്കെ കേട്ട എന്നാ പറയും, കുര്യനൊക്കെ ഏതാ സിസേറിയൻ? ഒരു വഴക്കുണ്ടാക്കണ്ട. ഞാനൊരു ചെറിയ കാര്യം, അമ്മച്ചി ഒരുപാട് ഉപദേശം കൊടുത്ത് വൈറലായതുകൊണ്ട് മാത്രം ചോദിക്കുകയാണ്. അമ്മച്ചി ഇവിടെ ഒരുപാട് ഫാമിലി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ രാത്രിയും അവസാന രാത്രിയും തമ്മിലുള്ള വ്യത്യാസം. നല്ലൊരു ചോദ്യം. ഞങ്ങളുടെ തിരുമാറാടി തന്നെ കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരും ഒക്കെ എല്ലാവരും കല്യാണം കഴിച്ചല്ലേ? ഞാൻ കഴിച്ചു. ഇത്രയും പ്രായമായിട്ട് എനിക്ക് സങ്കല്പത്തിനെ പറ്റി ഒരു പെങ്കച്ചിനെ കിട്ടിയില്ല. എന്റെ സങ്കല്പം എന്നാന്ന് പറയാം. എന്റെ സങ്കല്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ, ഈ പെങ്കച്ചിന്റെ കവളൊക്കെ നല്ല തക്കാളി കവളുകളായി, കണ്ണൊക്കെ നല്ല കത്രിക്ക പോലെ, ചുണ്ടൊക്കെ നല്ല പഴുത്ത കോവയ്ക്ക പോലെ, ഇനി കൈവെള്ളൊക്കെ നല്ല മുരിങ്ങക്കോല പോലെ, ഇനി കൈകാലൊക്കെ നല്ല പടവലങ്ക പോലെ. ഇവന് പെണ്ണിനെ അല്ല വേണ്ട, 100 രൂപയുടെ സാമ്പാറിന്റെ കിറ്റാ വേണ്ട. അല്ല, ആദ്യ രാത്രിയും അവസാന രാത്രി. ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു രാത്രി 8:30 സമയത്ത് നമ്മുടെ ബെഡ്റൂമിലേക്ക് ചെല്ലും. നമ്മൾ കിടക്കുന്ന ബെഡ് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടാവും. നമ്മൾ അതിന്റെ മുകളിൽ കയറി കിടക്കുന്നു. ഇതാണ് ആദ്യ രാത്രി. അവസാന രാത്രി എന്ന് പറഞ്ഞാൽ നമ്മളെ ആരോ ബെഡിൽ കിടത്തുന്നു, നമ്മുടെ നെഞ്ചത്ത് കൊണ്ട് പൂക്കളും റീത്തും വെക്കുന്നു. ഇതാണ് അവസാന രാത്രി. അമ്മച്ചിയുടെ വന്നപ്പോ അമ്മച്ചിയുടെ കുറെ കൂട്ടുകാരികളെ കുര്യൻചേട്ടനൊക്കെ വിളിച്ചു. ഒന്നും മുടി അധികം നരച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കുകയാണെങ്കിൽ എത്ര മുതിർന്ന ആൾക്കാരുണ്ട്, ഇവരുടെ ഒന്നും മുടി നരച്ചിട്ടില്ല. ഡൈ അടിക്കുന്നൊന്നല്ലടാ, അത് നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണ തേച്ച് കുളിക്കും. അതാ ഞാൻ ചോദിക്കാൻ വന്നത്. ഈ ഷാമ്പു ഇട്ട് കുളിക്കുന്നതാണോ താളി ഇട്ട് കുളിക്കുന്നതാണോ നല്ലത്? കുളിമുറിയുടെ കുറ്റി ഇട്ട് കുളിക്കുന്നതാ നല്ലത്. അമ്മച്ചി കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം? കല്യാണം കഴിഞ്ഞ് 48ാമത്തെ വർഷം. 48. ഈ അലിബായി ഒക്കെ എന്റെ കല്യാണത്തിന് വന്നിരുന്നു. പിന്നെ ഈ 48 വർഷത്തിനിടയ്ക്ക് അമ്മച്ചിയുടെ ഭർത്താവിന്റെ പേരെന്താ പറയുക? വർക്കിച്ചേട്ടൻ. ഈ വർക്കിച്ചേട്ടൻ എന്തെങ്കിലും സമ്മാനം കൊടുത്തിട്ടുണ്ടോ? അയ്യോ, അത് പറയാൻ വിട്ടുപോയി. ഇന്ന് ഞങ്ങളുടെ കല്യാണ ദിവസമാണ്, വെഡിങ് ഡേ. ഞാൻ ഒട്ടും മടിച്ചില്ല. വരുന്ന വഴിക്ക് എറണാകുളത്ത് കല്യാൺ സിൽസിൽ നിന്ന് 15,000 രൂപയുടെ ഒരു മുണ്ടും രൂപയും കിട്ടും. 15,000 രൂപയുടെ മുണ്ടും രൂപയും. ഭർത്താവ് പറഞ്ഞില്ലേ? ആ കടക്കാർ അറിഞ്ഞിട്ടില്ല. പിന്നെ ഭർത്താവ് പറയില്ലേ? അപ്പൊ കമ്മിറ്റിന്ന് കേട്ടിവിട്ട പ്രിയപ്പെട്ട അമ്മച്ചിയാണ് ഇവിടെ. ഞങ്ങളുടെ ഉത്സവം എന്ന് പറഞ്ഞാണല്ലോ വളരെ പ്രശസ്തവും വളരെ ഭക്തി നിർഭരവുമാണ്. ഈ സമൂഹം മൊത്തം ഇവിടെ വന്നിരിക്കുന്ന എന്റെ 2 വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 2 വാക്ക് പറഞ്ഞിട്ട് കമ്മിറ്റി പറഞ്ഞു. ഞാൻ പറയട്ടെ മോനെ, ശാന്തം. അമ്മച്ചി, പ്രിയമുള്ള നാട്ടുകാർക്ക് സ്തുതിയായിരിക്കട്ടെ.
എന്റെ പൊന്നു രാജേട്ടാ ഇത് വേണ്ട നമുക്ക്. പ്രിയമുള്ള ഇവിടെ ഇരിക്കുന്ന എന്റെ ഭർത്താവിന്റെ ഭാര്യമാര്, ആ, ഓ എന്റെ അയ്യോ അത് വേണ്ട please. ഞാനൊന്ന് പറഞ്ഞു വരട്ടെ. പഠിച്ചു വെച്ചത് മറന്നു പോകരുത്, അലറാതെ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം, ആ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഭാരതം. എനിക്ക് പറയാനുള്ളത് തീർന്നിട്ടില്ല. ആ. താജ്മഹൽ ചക്രവർത്തിക്ക് വേണ്ടി മുംതാസ് പണിതീർത്തതല്ലേ ആ. ഷാജഹാൻ? അല്ലേ? എടാ ഈ വീണാ സാമ്രാജ്യം കത്തിയിരിച്ചപ്പോ റോമ വായിച്ചതാരാ? ആരാണ്? എം വിജയൻ. ആ. ബ്രൂസിലിയെ നാട് കടത്തിയതാരാ? ആരാ? സുരേഷ് ഗോപി. ആ. എനിക്ക് വട്ടാന്ന് ആരാ പറഞ്ഞു. പറഞ്ഞത്? സന്തോഷം. അല്ല. എടാ പേടിപ്പിക്കും, മനുഷ്യനെ ഓടിക്കാതെ മാറി. ഈശ്വര ഞാൻ വരുന്നു പോവേ. കെട്ടിപ്പിടിച്ചോ, കെട്ടിപ്പിടിച്ചോ, രക്ഷിക്കടാ. കെട്ടിപ്പിടിച്ചോ, രക്ഷിച്ചോ. എന്നാ മര്യാദ? എന്നെ പ്രായം ചെന്നവരെ ഓടിക്കാന്ന് പറഞ്ഞാല് എന്നെ മര്യാദ കെട്ടിപ്പിടിക്കാനോ? ചുമ്മാ നമ്മള് മനുഷ്യനല്ലേ, പ്രായം ചെന്നവരല്ലേ അല്ലേ മോനെ? എന്തെങ്കിലും പറയുമ്പോ തെറ്റും. അങ്ങനെ ഓടിക്കാമോ? തെറ്റാതെ പറ. അതെ, തെറ്റാതെ